എയർ ഫ്രയറിൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ട്, സോസേജ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കേക്ക് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഇതിലൊരു കേക്ക് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. നമ്മൾ ബട്ടർ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയാണ് വേണ്ടത്. അത് നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. 2-3 മിനിറ്റോളം നല്ലപോലെ നമുക്ക് ബീറ്റ് ചെയ്താൽ ഇതേപോലെ നല്ല പത വരുന്ന പോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് ഷുഗറാണ് നമുക്ക് വേണ്ടത്. അത് ഷുഗർ നമുക്ക് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ഇടുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി താമസം വരും. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ പിന്നെ വാനില എസൻസും കൂടെ ഒഴിക്കണം. എന്നിട്ട് അത് ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് ഇതേപോലെ ബീറ്റ് ചെയ്യണം. അത് എത്രയും നേരം നമ്മൾ ബീറ്റ് ചെയ്യുന്നു അത്രയും സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് കേക്ക്. നമുക്ക് കുറച്ചധികം നേരം നമുക്കത് ബീറ്റ് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് മൈദ വേണം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ വേണം. എന്നിട്ട് അത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ സ്പൂണും കൊണ്ട് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഓൾറെഡി അപ്പുറത്ത് വേറൊരു പാത്രത്തിൽ നമ്മൾ അതിൻ്റെ ബാറ്റർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിൽ നിന്ന് ഒരു പകുതിയോളം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതും നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ഒഴിക്കണം. അപ്പം മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമ്മൾ മൈദാപ്പൊടി ഇരിക്കുന്നതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ അടിക്കണം. നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കാം. നമുക്കത് കുറച്ചധികം നേരം നമുക്ക് ബീറ്റ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം. എന്നിട്ട് ഇതാണ്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ പേപ്പറിൽ കുറച്ച് ബട്ടറൊന്ന് തേച്ചിട്ടുണ്ട്, ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ എയർ ഫ്രയറിൽ വയ്ക്കാം. നമുക്ക് 160 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് നമുക്ക് 160 ഡിഗ്രിയിൽ നമുക്ക് വെച്ചാൽ മതി. കറക്റ്റ് പാകത്തിന് നമുക്ക് കേക്ക് റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ ഏകദേശം ടൈം ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഓഫായി. ഇനി നമുക്ക് എടുത്ത് നോക്കാം. നമ്മുടെ ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയായിരുന്നു. നല്ല ടേസ്റ്റാണ്. എന്താണേലും എല്ലാവരും എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ബട്ടർ കേക്ക് വളരെ സിമ്പിളാണ്. നമ്മൾ ഒട്ടും സമയം നമുക്ക് എടുക്കുന്നേയില്ല. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തൊക്കെ എടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഒരു 20 മിനിറ്റ്സ് മതി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ സോഫ്റ്റാണ് ഈ കേക്ക്. അതായത് കണ്ട് ഇതേപോലെ സോഫ്റ്റാണ് കേക്ക്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ കേക്ക് എയർ ഫ്രയറിൽ എല്ലാവരും എയർ ഫ്രയർ ഉള്ളവർ എയർ ഫ്രയറിൽ ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.